എന്താണ് വിശേഷം? പിന്നെ എനിക്ക് നല്ല വിശേഷം ചേട്ടാ. ചേട്ടന്റെ വിശേഷങ്ങൾ? നമ്മുടെ സിനിമ ഹിറ്റായാലും സന്തോഷമുണ്ടോ? അല്ല ചേട്ടാ, ഞാനുണ്ടല്ലോ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒന്ന് എയറിൽ നിന്ന് താഴെ ഇറങ്ങി നിൽക്കുക ചേട്ടാ. ചേട്ടനായിട്ട് വീണ്ടും അങ്ങോട്ട് കയറ്റരുത്. ഇത് നേരത്തെ എയറിലായിരുന്നു. ആര് പിടിച്ച് കയറ്റിയത്? ചേട്ടൻ അപ്ഡേറ്റഡ് അല്ല അല്ലേ ചേട്ടാ? അപ്പോ നമ്മുടെ ഈ RDX എന്ന സിനിമ ഇത്രയും വലിയൊരു മൃഗീയ ഹിറ്റാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇതെന്തായാലും ഒരു മോശം സിനിമ ആവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷെ ഇതൊരു ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ ഹിറ്റാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല. പക്ഷെ ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടു. ഒരു യൂത്തിന്റെ പടമാണ്. അത് എന്റെ പ്രായക്കാർ ഉൾപ്പെടെ ഉള്ളവർക്ക് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. പിന്നെ ഇടയിൽ കയറി സംസാരിക്കുന്നത്. അപ്പൊ വീണ്ടും എയറിൽ നിൽക്കും. അപ്പൊ ഇതിനകത്ത് ഒരു പുതുമുഖ സംവിധായകനെ വെച്ച് ഇത്രയും കാശ് മുടക്കി ഇത്രയും വലിയൊരു പടം ചെയ്യാൻ ധൈര്യം കാണിച്ച പോളേട്ടനും സോഫിയയ്ക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ആദ്യം. പിന്നെ ഇതിന്റെ ക്രൂ അതിഗംഭീരമായ ആൾക്കാരായിരുന്നു എല്ലാവരും. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ആർട്ട് ഡയറക്ഷൻ ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും എല്ലാം വളരെ മികച്ചത് തന്നെയായിരുന്നു. ഒരു നിമിഷം പോലും ബോറടിക്കാതെ നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇത്രയേറെ വിജയിച്ചതും. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്ത എല്ലാ കോടീശ്വരന്മാർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. എത്ര പേരൊക്കെയാണ് കോടീശ്വരന്മാരെന്ന് അറിയത്തില്ല. ഇനി എന്തെങ്കിലും ചോദിക്കണ്ടോ? ചോദിച്ചു. ഇനി ചോദിച്ചോട്ടെ. അതില് ചേട്ടാ ഉപദ്രവിക്കരുത് കേട്ടോ. അതിലെ ചേട്ടൻ കോടീശ്വരൻ സുരേഷ് ഗോപിയുടെ ഇത് സംഭവം പറഞ്ഞല്ലോ. അതിനുശേഷം ഞാൻ 2 മീറ്റർ മാറിയേ നിൽക്കുള്ളൂ. പറഞ്ഞോ. നമ്മള് കോടീശ്വരന്റെ കഥ പറഞ്ഞപ്പോൾ ചേട്ടൻ കോടീശ്വരനായോ? നമ്മളല്ലല്ലോ കോടീശ്വരന്മാരാകുന്നത്. ഇതിനകത്ത് സിനിമയുടെ വേറെ വലിയ സംഭവം എന്നറിയാം. സിനിമയ്ക്ക് ആരാണോ കാശ് മുടക്കുന്നത് അവരുടെ സമയമാണ് അതിന്റെ കളക്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊന്നുമല്ല. അതിനകത്ത് നേരായ വഴിയിലൂടെ ഉണ്ടാക്കിയ പണം കൊണ്ട് നേരായ രീതിയിൽ നേരായ സിനിമ എടുത്താൽ ഇതുപോലുള്ള ഹിറ്റുകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ RDXലെ സേവിയറും കൂടെ എത്തിയിട്ടുണ്ട്. നമുക്ക് വെൽക്കം ചെയ്താലോ? സേവിയർ അവൻ ആദ്യം വരേണ്ടല്ലേ, പിന്നെ എന്ത് ലേറ്റ് ആയത്? ചോദിക്കാം നമുക്ക്. ഇവന്മാരൊക്കെ അല്ലേ ആദ്യം വരേണ്ടത്? ചോദിക്കാം നമുക്ക്. ഹലോ ഹലോ, ഇവിടെ ഹലോ എക്സ്, ഞാനാ വിളിച്ചത്. എന്താ താമസിച്ചത്? എവിടെ പോയിരുന്നു? വേഗം